സംസ്ഥാനത്തുണ്ടായ ഉയർന്ന പോളിംഗ് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്ന പ്രതീക്ഷയിലാണ് UDF. സർക്കാരിനെതിരായ പ്രചാരണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തെന്നും 100-ലധികം സീറ്റുകളിൽ വിജയമുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, വിധി എഴുതിക്കഴിഞ്ഞു കേരളം. ഇപ്പോൾ UDFന്റെ ആത്മവിശ്വാസം എങ്ങനെയാണ്? ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏത് രീതിയിലെന്നാണ് വിലയിരുത്തുന്നത്? ശ്രുതി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ തോതിലെങ്കിലും ഉണ്ടായ വർധനവിലാണ് UDFന്റെ പ്രതീക്ഷ. സർക്കാരിനെതിരെയുള്ള വികാരം സംസ്ഥാനത്ത് അലയടിച്ചു എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വത്തിന്. 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം വോട്ടിംഗ് പൂർത്തിയാകുമ്പോഴും UDF നേതൃത്വത്തിനുണ്ട്. കണക്കുകൾ നേതാക്കൾ ശേഖരിക്കുന്നേയുള്ളൂ. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും കണക്കുകൾ ലഭിച്ചാൽ നാളെ രാവിലെയാകുമ്പോഴത്തേക്കും ഒരു വ്യക്തതയുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ 100 സീറ്റ് എന്ന ആത്മവിശ്വാസത്തിന് ഒട്ടും നേതാക്കൾക്ക് കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു വികാരം സംസ്ഥാനത്തുണ്ട് എന്ന വിലയിരുത്തലാണ്. സർക്കാരിനെതിരെ UDF നടത്തിയ പ്രചാരണങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി എന്ന ഒരു വിലയിരുത്തലും UDF നേതൃത്വത്തിലുണ്ട്. അതിലൊക്കെയാണ് ആത്മവിശ്വാസം. മാത്രവുമല്ല, ഇത് പ്രതിരോധിക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുകൂടി UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ അത് കൃത്യമായി അത് പ്രതിഫലിക്കും എന്നുകൂടി നേതൃത്വം പറയുന്നു. ഏതായാലും നാളെ ഏതാണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യക്തമായ കണക്കുകൾ UDF നേതാക്കൾ അത് ശേഖരിച്ചതിന് ശേഷം അവകാശവാദം സംബന്ധിച്ച ഒരു വ്യക്തത അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്.